ഹായ്, നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പം ഞാൻ ടെമ്പിൾ വിസിറ്റിന് പോകാൻ വേണ്ടിയുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. അപ്പം ഇത് തന്നെ നമുക്കിപ്പം ഓഫീസിൽ പോകാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്ത് പോകാൻ അങ്ങനെ സിമ്പിൾ ഒരു മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു മേക്കപ്പ് ചെയ്യാം. സോ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വലിയ എക്സ്പേർട്ട് കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്ക്രീനിൽ നോക്കി വോയിസ് ഓവർ കൊടുക്കാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ക്യാമറ നോക്കണോ ഇങ്ങനെ നോക്കണോ, സോ അതിൻ്റെ ഒരു ഐ കോണ്ടാക്റ്റിന് പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അത് ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇടാം. സ്കിൻ പ്രിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മേക്കപ്പ് കുറച്ചും കൂടി നല്ല രീതിയിൽ ലാസ്റ്റ് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലതാണ്. സോ അങ്ങനെ ചെയ്യും. എനിക്കൊരു എക്സ്ട്രാ മിറർ വേണം, എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ക്യാമറ ഇങ്ങനെ നോക്കി ചെയ്യാൻ എത്ര വശമില്ല. നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമ്മൾ ഇട്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാൻ, എങ്കിലും നമ്മുടെ സ്കിന്നായിട്ട് അതൊന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു സിറം ഇട്ട് കൊടുക്കാം. കാരണം സ്കിൻ പ്രിപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും മോർണിംഗ് സ്കിൻ കെയർ ആണെങ്കിലും നൈറ്റ് സ്കിൻ കെയർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്സാണ്. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. സമ്മർ ടൈം അല്ലെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ പുറത്ത് പോകാൻ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ സ്കിൻ കെയർ അത്യാവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. കൺസീലറോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സ്കിൻ ടിൻ്റ്, എന്തെങ്കിലും ഒരു സ്കിൻ ടിൻ്റ് എടുക്കുക. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഒരു സ്കിൻ ടിൻ്റ് എടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യുക, കണ്ണിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്യണം. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഒന്നെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫിംഗർ തന്നെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആയിട്ടുള്ളത് ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് സ്കിൻ ടിൻ്റാണ്, നമുക്ക് നന്നായിട്ട് ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പം സോ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫിംഗർ വെച്ചിട്ട് തന്നെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കിന്നിൽ ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോയി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, സോ ഇത് മതി. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് വിങ് മാത്രം ഇട്ട് കൊടുക്കുന്നത്, ജസ്റ്റ് വിങ് മാത്രം വരച്ചു കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് മെയിൻ പാർട്ട്, മേക്കപ്പ് ചെയ്താലില്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തൊരു എഫക്റ്റ് വരത്തില്ല. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്ത് മേക്കപ്പ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റാവും. ഞാൻ ഫസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ടാണോ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. സോ നമ്മുടെ മേക്കപ്പ് ആക്ച്വലി ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു മേക്കപ്പ് ഒട്ടും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇരിക്കാത്തേ. ഓക്കെ, ഇനി ഞാൻ ഹെയർ എനിക്ക് വേറെ മിറർ നോക്കി വേണം ഹെയർ സെറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടു. എനിക്ക് ക്യാമറ നോക്കി ഹെയർ സെറ്റ് ചെയ്യാൻ അറിയത്തില്ല, അപ്പം ഞാൻ ഹെയർ അല്ലാണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ കേട്ടോ ഹെയർ ഇടുന്ന പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാല കൂടി ഇട്ട് കൊടുക്കാം. കൊള്ളാം അല്ലേ? സോ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പം ഞാൻ ഡ്രസ്സ് ഫുള്ളായിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ബൈ.